കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്ന ദൈവത്തിൻ്റെ വലിയ ദയയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ യൂദയ്ക്ക് പ്രതിഫലമായി 30 വെള്ളിക്കാശ് കിട്ടി. ആ പണം കിട്ടുന്നതിന് മുൻപ് യൂദയ്ക്ക് വളരെ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ അതുകൊണ്ട് സാധിക്കാം. അവൻ്റെ കണക്കൂട്ടലുകളെ എല്ലാം തെറ്റിക്കുന്ന ഒരു കാഴ്ച അവൻ്റെ കയ്യിൽ ആ പണം ഇരിക്കുമ്പോൾ തന്നെ സംഭവിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ടു. അവൻ്റെ ഹൃദയം തകർന്നുപോയി. അവൻ അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരത് ഏറ്റുവാങ്ങിയില്ല. അവർ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അവൻ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു പോയി. പ്ലീസ്, അതെൻ്റെ കയ്യിൽ നിന്നും അത് മടക്കി വാങ്ങണം. അവർ പറഞ്ഞു നോ. കാരണം അവർക്ക് മനസ്സിലായി അത് ശാപത്തിൻ്റെ പണമാണ്. ഇനിയും അവരുടെ ഭവനത്തിലേക്ക് അത് ചെന്നാൽ ആ ഭവനത്തിന് ശാപമാകും. മന്ദിരത്തിൽ ചെന്നാൽ മന്ദിരം അശുദ്ധമായി പോകും. അത് കിണറ്റിലെറിഞ്ഞാൽ ആ ജലാശയം മുഴുവനും അത് അശുദ്ധമായി തീരും. ഭൂമിയിൽ കുഴിച്ചിട്ടാൽ ഭൂമി ശാപഗ്രസ്തമാകും. അത് ശാപഗ്രസ്തമായ പണമാണെന്ന് അവർക്കും ബോധ്യമായി. ദൈവത്തിന് സ്തോത്രം. യൂദാദാനും ആ പണത്തെ മന്ദിരത്തിൻ്റെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞും കൊണ്ട് താൻ പോയി തൂങ്ങി മരിച്ചു എന്നാണ് വചനത്തിൽ, പിന്നീടുള്ള വചനത്തിൽ അവിടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദന്മാരും മഹാപുരോഹിതന്മാരും ചേർന്നുകൊണ്ട് യൂദാ എറിഞ്ഞു കളഞ്ഞ ആ പണത്തെ മന്ദിരത്തിൻ്റെ മുറ്റത്തു നിന്ന് തൂത്തുവാരി പെറുക്കിയെടുത്തു. അതൊരു തുണിക്കെട്ടാക്കി. അവരുടെ മുൻപിൽ ഒരു ചോദ്യം, ഈ പണം കൊണ്ട് എന്ത് ചെയ്യണം? എന്താണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്? അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സാധ്യമല്ല. കാരണം അത് ശാപത്തിൻ്റെ പണമാണ്. ദൈവത്തിന് സ്തോത്രം. ആ പണത്തിൻ്റെ ഉപയോഗമാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി വെച്ചിരിക്കുന്നതായ സന്ദേശം. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ആ പണം കൊണ്ട് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതെന്താണ് കാര്യം? പരദേശികളെ കുഴിച്ചിടുവാൻ അതുവരെയും അവിടെ എങ്ങും യെരുശലേമിൻ്റെ ചുറ്റളവുകളിലെങ്ങും ഒരു ശ്മശാനമില്ല. സ്വതന്ത്രമായി അഭിമാനത്തോടെ ജീവിക്കുവാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങൾ, പരദേശികൾ. യാതൊരു അഡ്രസ്സുമില്ല, മേൽവിലാസവുമില്ല. മരിച്ചാൽ അടക്കുവാൻ അവർക്ക് ശ്മശാനമില്ല. അവരുടെ ശവങ്ങളെ നായ്ക്കളും കഴുകനും തിന്നുകളയുന്ന ദയനീയമായ സ്ഥിതി കണ്ട് അവരൊക്കെയും സന്തോഷിച്ചു. ആ ശവത്തെ അവിടെ ഇവിടായി വലിച്ചെറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലാത്ത, ബഹുമാനമില്ലാത്തവരടക്കം പരദേശികൾക്കന്ന് അവരത് കാഴ്ചവെച്ചിരുന്നു. എന്നാൽ യേശുവിനെ വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് കുശവന്റെ നിലം വാങ്ങി അവർക്ക് അഭിമാനമുള്ള ഒരടക്കത്തിന് യോഗ്യതയുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ പരദേശികൾ? വായിക്കാം നമുക്ക്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, അംഗീകരിച്ചും കൊണ്ട്, സ്ഥാപിച്ചും കൊണ്ട്, സ്വയം അഭിമാനിച്ചും കൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ വിശ്വാസത്തിൽ മരിച്ചു. അവരെയാണ് പരദേശികൾ എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പരദേശികളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഭൂമിയിൽ അവർക്ക് അഡ്രസ് ഇല്ല, അവർക്ക് ഒരു മേൽവിലാസവും അവർക്കില്ല, അവർക്കൊരു തിരിച്ചറിയൽ കാർഡില്ല. അവർ അന്യരാണ്. അവർ യേശുവിൻ്റെ മരണത്താൽ യേശുവിനെ വിറ്റ് കിട്ടിയതായ പണം ഉപയോഗിച്ചുകൊണ്ട് സ്വർഗം പരദേശികൾക്ക് വേണ്ടി ഒരു അഡ്രസ് ഉണ്ടാക്കി, ഒരു മേൽവിലാസം ഉണ്ടാക്കി, അവർക്കൊരു ശ്മശാനമുണ്ടാക്കി. വാങ്ങിയതോ കുശവന്റെ നിലം. എന്താണ് ഈ കുശവന്റെ നിലത്തിന്റെ പ്രത്യേകത? അതിനൊരു പ്രത്യേകതയുണ്ട്. ആരാണ് ഈ കുശവൻ? മണ്ണും കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നവനാണ്. യെരമ്യാ പ്രവചനത്തിൽ യെരമ്യാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ രാവിലെ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്കൊന്ന് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് പല കാര്യങ്ങളും നിന്നോട് സംസാരിക്കും. യെരമ്യാവ് കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവന് കാണാൻ കഴിഞ്ഞതായ കാഴ്ച, കുശവൻ ഇരുന്ന് അച്ചിൽ പാത്രമുണ്ടാക്കുകയാണ്.
ധാരാളം കളിമണ്ണ് അവൻ എടുത്ത് പാത്രങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നു. എന്നാൽ ഒട്ടനവധി മണ്ണ് കൂന അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ആ മൺപാത്രങ്ങൾ ചീത്തയായി പോവുകയാണ്, അച്ചിൽ ശരിയാകുന്നില്ല. എന്നാൽ അതിനെ എറിഞ്ഞു കളയാതെ, അതിനെ നിരാകരിക്കാതെ അതിന് വേറൊരു രൂപം കുശവൻ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കേടായിപ്പോയ ചീത്തയായിപ്പോയ മണ്ണുകളൊന്നും വലിച്ചെറിഞ്ഞു കളയാതെ, സമുദ്രത്തിൽ കളയാതെ, കുഴിച്ചിട്ട് കളയാതെ, അല്ലെങ്കിൽ നിസ്സാരമെന്ന് വിചാരിക്കാതെ വേറൊരു രൂപമാക്കി മാന്യതയുള്ള പാത്രമാക്കി മാറ്റുന്ന ഒരു ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കുലത്തിൻ്റെ അധിപന്റെ പേരാണ് കുശവൻ. അവന്റെ മണ്ണാണ് പരദേശിക്ക് ശ്മശാനമാക്കി യേശുവിനെ വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ അർത്ഥമില്ലാത്ത ജീവിതങ്ങളെ, മാന്യതയില്ലാത്ത ജീവിതങ്ങളെ, അവകാശമില്ലാത്ത ജീവിതങ്ങളെ, പരാധീനതകളേറിയ ജീവിതങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അഭിമാനിക്കുവാനും വിളിക്കപ്പെടുവാനും ഒരു നാമമില്ലാതെ, ഒരു അഡ്രസ് ഇല്ലാതെ, മേൽവിലാസമില്ലാതെ ഭൂമിയിൽ നിങ്ങൾ അന്യരും പരദേശികളുമായി ജീവിക്കേണ്ടി വന്നതിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ എങ്കിൽ പറയുകയാണ്, കെട്ടുപോയ ജീവിതങ്ങളെ നന്നാക്കിയെടുക്കുന്നതായ, വേറൊരു മാന്യത കൊടുക്കുന്നതായ, ബഹുമാനമുള്ള പാത്രമാക്കി മാറ്റുന്നതായ ഒരുവന്റെ നിലത്തിൽ അടക്കപ്പെട്ട ജീവിതം ഒരു ദിവസം കാഹളം ധരിക്കുമ്പോൾ മാന്യതയുള്ള പാത്രങ്ങളായി എഴുന്നേറ്റ് വരുമെന്ന് ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ബോധിപ്പിക്കുകയാണ്. ഒരു കാലത്ത് നമുക്ക് അവകാശങ്ങളൊന്നുമില്ലായിരുന്നു. ഈ ഭൂമിയിൽ ഒരഡ്രസ്സും ഒരു മാന്യതയും ഒന്നും അവകാശപ്പെടുവാൻ നമുക്കൊന്നുമില്ല, ഒന്നുമില്ല. ജീവിതത്തിൽ ഒരർത്ഥം പോലും ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ച ഒരു കാലഘട്ടം. ദുഃഖവും സങ്കടങ്ങളും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ യാതൊരു ഭൂമിയിൽ ഒരു അവകാശം, ഒരു ഇഞ്ച് ഭൂമി പോലും നമുക്ക് അവകാശം പറയാനില്ലാത്ത സ്ഥാനത്ത് കുശവന്റെ നിലം അത് വാങ്ങി അതിനെ പ്രമാണമുണ്ടാക്കി നമുക്ക് അവകാശമായി നമ്മുടെ ഭവനങ്ങളിൽ അധികാരപത്രങ്ങളാക്കി നമുക്ക് തന്നു. ആര് നിമിത്തം? ക്രൂശിക്കപ്പെട്ടവനായ യേശു നിമിത്തം. അവന്റെ നാമത്തിലാണ് നമുക്കൊരു അധികാരമുള്ളത്. അവന്റെ നാമത്തിൽ ഇന്ന് നമുക്കൊരു പേരുണ്ട്. അവന്റെ നാമത്തിൽ ഇന്ന് നമുക്കൊരു വേൽവിലാസമുണ്ട്. അവന്റെ നാമത്തിൽ നമുക്കൊരു അധികാരപത്രം നമ്മുടെ കയ്യിലുണ്ട്. അവന്റെ നാമത്തിൽ നമുക്കൊരു പ്രമാണമുണ്ട്. ഈ ഭൂമിയിൽ മാത്രമല്ല, വരും ലോകത്തേക്ക് പോലും കുശവന്റെ നിലത്തു നിന്നുള്ളതായ, അവിടെ അടക്കപ്പെട്ടതായ, ശ്മശാനത്തിൽ അടക്കപ്പെട്ടതായ ജീവിതങ്ങൾ കാഹളം ധ്വനിക്കുമ്പോൾ മാന്യപാത്രങ്ങളായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയ വാഗ്ദത്തമായി നമുക്ക് തന്നിരിക്കുകയാണ്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ പരദേശികളായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നിന്ദയും പരിഹാസവും അപമാനവും സഹിച്ചുകൊണ്ട് അവകാശപ്പെടുവാനും ആശ്രയിക്കുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിനന്ദിക്കുവാനും അധികാരമാക്കുവാനും ജീവിതത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും ഒരു കാര്യം മറന്നു കളയരുത്, നിങ്ങൾ അടക്കപ്പെടുന്നത് കുശവന്റെ നിലത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. കേടായിപ്പോയ ആ മണ്ണിനെയൊക്കെയും നല്ല മാന്യതയുള്ള പാത്രമാക്കി മാറ്റിയ കുശവന്റെ ഭവനത്തിൽ, അവന്റെ ശ്മശാനത്തിൽ, അവന്റെ ഭൂമിയിൽ, അവന്റെ മണ്ണിൽ അടക്കപ്പെടുന്ന ജീവിതം, അവന്റെ മണ്ണിലേക്ക് വന്നു ചേരുന്ന കുടുംബങ്ങൾ, അവന്റെ മണ്ണിലേക്ക് വന്നു ചേരുന്നതായ ജീവിതങ്ങൾ, അവർക്കൊരു പേരുണ്ട്, അവർക്കൊരു അഭിമാനമുണ്ട്, അവർക്കൊരു മാന്യതയുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രത്യാശയുള്ള ജനങ്ങൾക്ക് മാത്രമേ ഈ ദർശനത്തെ ലഭിക്കുകയുള്ളൂ. 30 വെള്ളിക്കാശും കൊണ്ട് സ്വർഗം തീരുമാനിച്ചതാണ് നടക്കുന്നത്. അത് യൂദയുടെ വീട്ടിൽ പോകേണ്ട പണമല്ല, മഹാപുരോഹിതന്റെ വീട്ടിൽ പോകേണ്ട പണമല്ല, മന്ദിരത്തിലെ ഭണ്ഡാരത്തിൽ എറിയപ്പെടേണ്ട പണമല്ല, ഭൂമിയിൽ കുഴിച്ചിടപ്പെടേണ്ട പണമല്ല. കുശവന്റെ നിലം അന്യനും പരദേശികളുമായി പാർക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അവകാശമായി ലഭിക്കേണ്ടതായ പണമാണ്. യേശുവിനെ വിറ്റ് കിട്ടിയ പണം, ശാപത്തിന്റെ പണം നിന്റെ ഭവനത്തിൽ അത് അനുഗ്രഹമായി വന്നു. യേശു ക്രിസ്തു നിനക്കായി ശാപമായി തീർന്നുവെങ്കിലും അത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഭവനത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ സൂചകമായി, നിനക്കൊരു മേൽവിലാസമായി, നിന്നെ അറിയപ്പെടുന്ന സ്വർഗത്തിലും ഭൂമിക്കും അധികാരം ലഭിച്ച ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് അവകാശികളായി നിന്നെ തീർക്കുവാൻ അതാ നിനക്ക് ദാനമായി ലഭിച്ച സമ്മാനം. ഈ പ്രഭാതത്തിൽ ആ ക്രൂശിലേക്ക് നോക്കി നീ അഭിമാനിക്കുവാൻ, നിനക്ക് എന്നും എന്നും സന്തോഷിക്കുവാൻ, നിന്റെ തലമുറകൾക്ക് സന്തോഷിക്കുവാൻ ഒരു അധികാരം പരദേശിയായി നിനക്ക് ലഭിച്ച ആ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.